ഞാൻ ഗൾഫിൽ നിന്ന് 10 ദിവസത്തെ ലീവിന് വന്നിട്ടുണ്ടോ എന്റെ ആൽബം ഞാൻ പൂർത്തീകരിച്ചിരിക്കും. കളിവട്ട ഗുണ്ടായസോ ഒന്ന് കൂട്ടിക്കോ. പിന്നെ കൊട്ടേഷൻ വെക്കും ഞാൻ. പിന്നെ എന്റെ അടുത്ത കളി ഇത് സ്ഥിരം പരിപാടി. അത് പിന്നെ സ്ഥിരം പരിപാടി. നമ്മൾ സൂപ്പർ ഹിറ്റ് എടുക്കുക, ആൽബം ഇറക്കാൻ തുടങ്ങുമ്പോൾ എതിർ ടീം ഒന്നും ബ്ലോക്ക് ആക്കും. ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇനി എതിർ ടീമല്ലത്. പിന്നെ ഗുണ്ടായ്സ ഇറക്കണം, കൊട്ടേഷൻ ഇറക്കും, പോലീസിനെ ഇറക്കും എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് പെണ്ണുമ്പോൾ വിളിച്ചാ ഗൾഫിൽ നിന്ന് അവളുടെ അടുത്തേക്ക് പോയില്ല, ഞാൻ ആൽബം പിടിക്കാൻ പോയെന്ന്. ഇത് തടസ്സം നിപ്പോ നമ്മള് വെട്ടണ്ടേ വെട്ടണ്ടേ. 10 ദിവസത്തെ ലീവുള്ളൂ. 10 ദിവസത്തെ ലീവ് ഇതിനിടക്ക് നമ്മൾ പ്ലാൻ ചെയ്ത ആൽബം നമ്മൾ പൂർത്തീകരിച്ചിരിക്കും. ഇനി ചായ കുടിച്ചിട്ട് പാടിയാ മതി. കൊള്ളാം. എന്നെ പറ്റി ഭയങ്കര സെൻസ് ഉള്ള ആളാണ്. എന്റെ എന്ത് കാര്യം അതേപടി അവനൊക്കെ ചെയ്യും. എടാ ഇതിനകത്ത് ഇത്തിരി ഷുഗർ ഇടാൻ പാടായിരുന്നോടാ. അത് ഞാൻ പഞ്ചസാര ഇട്ടിട്ടില്ലല്ലോ. എന്നാ ഇതിനകത്തിന് പാലെങ്കിലും ഒഴിക്കാൻ പാടായിരുന്നോ? പാലൊഴിക്കാത്തോണ്ടല്ലോ ഞാൻ തേയില ഇടാഞ്ഞത്. അപ്പൊ ഇത് ചായ അല്ലേ? പച്ചവെള്ളം വന്നു. അതെ, മാഷിനും ഈ ഒരു ചായ അങ്ങോട്ട് എടുത്താലോ? മാഷിന് ഈ മോഡൽ ചായ എടുക്കണ്ട. സോപ്പിരിപ്പുണ്ടോ? ഉണ്ട്. മോരോ? അതുണ്ട്. എന്നാ സോപ്പിട്ട് കഴുകിയിട്ട് ഒരു ഗ്ലാസ് മോരെടുത്ത് കൊടുക്കും പുള്ളിക്ക്. ശരി ശരി. അതെ, ഇത് ആരാന്ന് പറഞ്ഞില്ല. ഇത് എന്റെ അസിസ്റ്റന്റ് ആണ്. മനസ്സിലായില്ലേ? ഇല്ല. പിള്ളേരുടെ അച്ഛൻ. ഒറ്റ വെട്ടിയാൻ പറ്റിയ കേട്ടോ. എന്റെ പിള്ളേരുടെ അച്ഛനല്ല, പിന്നെ അവന്റെ അസിസ്റ്റന്റ് ആണ്. PA. ഓ അങ്ങനെ അസിസ്റ്റന്റ് PA. ഓഹോ, പക്ഷെ നന്നായിട്ട് ചേരണ്ട കേട്ടാ. പിന്നെ കറക്റ്റാ, നല്ല ചേർച്ച. ഈനാമ്പച്ചിക്ക് മരപ്പെട്ടി കൂട്ട്. ഏതാണ് ഈ മണവണാഞ്ചൻ? മണവണാഞ്ചൻ നിന്റെ അച്ഛൻ. അച്ഛന് പറഞ്ഞ കാലവരെ നിലത്തടിക്കും ഞാൻ കേട്ടോ. നീ അതിന് എന്തിനാണ് ഇത്ര ദേഷ്യപ്പെടുന്നത്? പിന്നെ അവന് ഇല്ലാത്ത കാര്യം പറഞ്ഞ് അവന് ദേഷ്യം വരില്ലടവേ. എന്നെങ്ങനെ വില കുറച്ച് കാണുന്നു പറ്റാട്ടോ. മലയാള സിനിമയിൽ മമ്മൂട്ടി, മോഹൻലാൽ എന്നീ സൂപ്പർ ഹിറ്റ് സിനിമകളുണ്ടല്ലോ, എന്റെ തലയെ കൂടെ ഇറങ്ങിപ്പോയത്. പക്ഷേ സ്ക്രിപ്റ്റ് റൈറ്റർ ആണോ പുള്ളി? സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലടവേ. പിന്നെ അവിടുത്തെ മലയാള സിനിമ സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് ഫിലിം പെട്ടിയിൽ ചുവന്ന അടുത്ത തിയേറ്ററിൽ എത്തിക്കണ പണിയായിരുന്നു. അല്ല അതൊക്കെ ശേഷം, അതിക്ക് മേലേന്നല്ലടാ. അല്ല അതൊക്കെ ശേഷമാണ് ഞാൻ ഈ മൂഷികന്റെ PA ആയത്. മ്യൂസിക്കനോ? അല്ല, ഇവൻ ഉദ്ദേശിച്ചത് മ്യൂസീഷ്യൻ. നീ ഇനി മ്യൂസീഷ്യൻ എന്ന് പറയണ്ട, പാട്ടുകാരൻ എന്ന് പറഞ്ഞാൽ മതി. പാട്ടുകാരൻ. എന്നെ നാണം കെടുത്തരുത്. അതെ, ഇനി നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. എന്റെ ആൽബം ഷൂട്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് കാശിന് ഒരു കുറവില്ല കേട്ടോ. കാശിന് കുറവില്ല, ഒരു കുറവും ഉണ്ടാവില്ല. കാശിനൊരു കുറവില്ല കേട്ടോ. സംഭവം വെച്ച് കഴിഞ്ഞാല് ഈ പുള്ളിക്ക് ഇഷ്ടംപോലെ കാശുണ്ട്, എനിക്ക് ഇഷ്ടംപോലെ എക്സ്പീരിയൻസ് ഉണ്ട്. ഈ പരിപാടി കഴിയുമ്പോൾ ഇതങ്ങ് തിരിയും. എങ്ങനെ? പുള്ളിക്ക് നന്നായിട്ട് എക്സ്പീരിയൻസും എനിക്ക് ഫുള്ള് കാശുമാകും. എന്താ നിങ്ങൾ പറഞ്ഞൊന്നും മനസ്സിലായില്ല. നല്ല പ്രൊഡ്യൂസർ ആയിരുന്നു പറയുമായിരുന്നു. അപ്പൊ കാശിന് ഒരു കുറവുണ്ടാവില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് വാഗമൺ അല്ലെങ്കിൽ കൊടൈക്കനാൽ അല്ലെങ്കിൽ ഊട്ടി. അയ്യോ പറ്റില്ല. 2 മലകള്. അതായത് ഒരു മലയെന്ന് ഞാനുള്ള നായകൻ, ഒരു മലയെന്ന് ഞാൻ നായകനായ ഞാൻ ഇങ്ങനെ താഴത്തേക്ക് വരും. മലയുടെ മേളിൽ നിന്ന് ഇങ്ങനെ ഊർന്ന് താഴത്തേക്ക് അപ്പൊ നായകൻ മറ്റേ മലയിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് വരും. താഴത്തേക്ക് ഞങ്ങൾ തമ്മിൽ കൂട്ടുകൂട്ടി കെട്ടിപ്പിടിച്ചിരിക്കുമ്പോ അവിടെ പാട്ടിടും. അവിടെ പാട്ടിടാൻ നമുക്ക് പ്ലാസ്റ്ററും കിട്ടാലോ. കാരണം ഇത്രയും മലയുടെ മേളിൽ നിന്ന് വരല്ലേ, അപ്പൊ പാട്ടിട്ട ശരിയാവില്ല. പ്ലാസ്റ്റർ വയ്ക്കുന്നല്ല. എന്റെ മനസ്സിൽ ഊട്ടി, കൊടൈക്കനാൽ, ഇങ്ങനെ വാഗമൺ, ഒരു മഞ്ഞ്, ഇതൊക്കെയാണ് നമ്മുടെ തണുപ്പ്. അല്ല നടക്കില്ല, അത് ശരിയാവില്ല. ഇതെന്നാ പറച്ചില്ല പറയണേ? പുള്ളിയുടെ പൈസക്കല്ലേ ഊട്ടി കൊണ്ടാന്ന് പറഞ്ഞത്. ഞാനാണ് ഇന്ന് വരെ ഊട്ടി പോയിട്ടില്ല. അത് സമ്മതിക്കുന്നേ. എനിക്ക് സമ്മതമില്ലാണ്ട് എനിക്ക് ആസ്മയുണ്ടായിട്ടും അല്ല. ഇനി അവിടെ ഷൂട്ടിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടി വാരി ഉണക്കൂന്നാ പറഞ്ഞേക്കണേ. ആൽബം കണ്ടിട്ടോ? ഞാൻ അതിന് മാത്രം ആൽബം അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്.